ഇന്ന് നമുക്ക് പുകവലിയെക്കുറിച്ച് കുറച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ പുകവലിയിൽ അല്ലെങ്കിൽ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽസ് ആണ് പുകവലിയുടെ പ്രധാന അഡിക്ഷൻ കേന്ദ്രം എന്ന് പറയുന്നത്. എന്നാൽ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്, നിക്കോട്ടിൻ അഡിക്ഷൻ എന്ന് പറയുന്നത് വെറും 5%, 95% മാനസികപരമായ അഡിക്ഷനും കൂടിയാണ്. അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും പലർക്കും ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തത്. ഇനി നിക്കോട്ടിൻ്റെ അഡിക്ഷനെ സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ വലിക്കുന്ന പുകയിൽ നിന്നും ശ്വാസകോശത്തിലെത്തുന്ന നിക്കോട്ടിൻ അവിടെ നിന്നും ബ്ലഡിലേക്ക് കലർന്ന് 10 മുതൽ 20 സെക്കൻഡിനുള്ളിൽ തന്നെ ബ്രെയിനിൽ എത്തിച്ചേരും. അങ്ങനെ ബ്രെയിനിൽ എത്തിച്ചേരുന്ന ഈ നിക്കോട്ടിൻ അവിടെയുള്ള നാച്ചുറൽ ഡോപ്പാമിൻ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് അവിടെ ഒരു നിക്കോട്ടിൻ ബേസ്ഡ് ഡോപ്പാമിൻ സിസ്റ്റം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. നാച്ചുറൽ ഡോപ്പാമിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും അദ്ദേഹം അച്ചീവ്മെൻ്റ് നടത്തുമ്പോൾ, പണം ലഭിക്കുമ്പോൾ, സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു നാച്ചുറലായിട്ട് ഒരു റിവാർഡായിട്ട് ഡോപ്പാമിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുകയും അദ്ദേഹത്തിന് സന്തോഷം കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ പ്രവർത്തനം നിക്കോട്ടിൻ ബ്രെയിനിൽ ചെന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇദ്ദേഹത്തിന് ഒരു സിഗരറ്റ് വലിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള രീതിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് എപ്പോഴും ശരീരത്തെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ബ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിൻ കരുതി വെക്കുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കുന്നതാണ് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഉത്തേജിപ്പിക്കൽ കൂടുതൽ ചെയ്യിപ്പിക്കും. ഇതാണ് നിക്കോട്ടിൻ ചെയ്യിക്കുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ 95% മാനസികപരവുമാണ് ഈ ഒരു ശീലം എന്ന് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ നമ്മൾക്ക് കുറേ സന്തോഷം ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഉന്മേഷം തരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്രിമമായ തോന്നലുകൾ മാത്രമാണ്. സാധാരണഗതിയിൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് കുറച്ച് സന്തോഷം, ഒരു ഉണർവ്, കുറച്ചുകൂടി നമ്മൾ അലേർട്ട്നെസ് ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ അതെല്ലാം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കുന്നത് നമുക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സുഖങ്ങൾ ലഭിക്കുന്നു. അതായത് നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് ലഭിക്കുന്നു, നമുക്ക് സന്തോഷം ലഭിക്കുന്നു, ഉണർവ് ലഭിക്കുന്നു, എനർജി ലഭിക്കുന്നു എന്നുള്ള മിഥ്യാധാരണകൾ, അതായത് ഈ തോന്നലുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ കൃത്രിമമായി അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൊണ്ട് ആ ഒരു കൃത്രിമമായ ധാരണയിൽ നിന്നും നമ്മൾ പുറത്തു വരാത്തതിനാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സിഗരറ്റിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് കഴിയുന്നില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണഗതിയിൽ പല ആൾക്കാരും 15 വയസ്സിന് ശേഷമാണ് ഈ ഒരു സിഗരറ്റ് വലി തുടങ്ങുന്നത്. അതായത് നമുക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണ് ഈ സിഗരറ്റ് വലി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ സിഗരറ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. നമ്മളൊരു എക്സൈറ്റ്മെന്റിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിന്റെ പേരിൽ, അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മളെ നിർബന്ധിച്ചതിന്റെ പേരിൽ, നമ്മുടെ സഹപാഠികൾ അല്ലെ സഹപ്രവർത്തകർ നിർബന്ധിച്ചതിന്റെ പേരിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് തുടങ്ങുന്നത്. പക്ഷെ ഇതിന്റെ കെമിക്കൽ അഡിക്ഷനും മാനസികപരമായ അഡിക്ഷനും നമ്മൾ അറിയാതെ നമ്മൾ തുടങ്ങുകയും, എന്നാൽ പതുക്കെ പതുക്കെ നമ്മൾ ചിന്തിക്കും നമുക്ക് നിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ അറിയാതെ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് നമ്മൾ ഈ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയായി മാറുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരു പുക എടുത്തു കഴിഞ്ഞാൽ അത് അതിൽ നിന്നും നിക്കോട്ടിൻ 10 മുതൽ 20 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചേരുകയും സാധാരണഗതിയിൽ
നമ്മൾ പുക വലിക്കുമ്പോൾ പുകയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ 10 മുതൽ 20 സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചേരുകയും അവിടെ ഒരു നിക്കോട്ടിൻ ബേസ്ഡ് ഡോപ്പാമിൻ സിസ്റ്റം രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സിഗരറ്റ് വലിച്ച് നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞാലും 2 മണിക്കൂർ കൊണ്ട് തന്നെ 50% നിക്കോട്ടിനും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകും. ഇങ്ങനെ നിക്കോട്ടിൻ കുറവ് വരുന്ന സമയത്ത് ബ്രെയിൻ വീണ്ടും നിങ്ങളോട് നിക്കോട്ടിൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ വീണ്ടും സ്മോക്കിംഗ് ചെയ്യും. അങ്ങനെ ആവശ്യപ്പെടുന്ന ആ, ഒരു പ്രവൃത്തിയാണ് അർജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിഗരറ്റ് വലിക്കണമെന്ന് തോന്നുന്ന ഒരു ഫിസിക്കൽ ഫീലിംഗ് ആണ് അർജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രേവിംഗ് എന്ന് പറയുന്നത് നമുക്ക് സിഗരറ്റ് വലിക്കാതിരിക്കുമ്പോഴുള്ള ഒരു മാനസിക സമ്മർദ്ദമാണ് ക്രേവിംഗ്. ആ സമയത്ത് നമുക്ക് റെസ്റ്റ്ലെസ്നെസ്, അതേപോലെ തന്നെ വളരെയധികം ഇറിറ്റേഷൻസ്, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടാകുക. ഇത് തികച്ചും മാനസികപരം മാത്രമാണ്. അങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ അർജ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫീലിങ്ങും അതേപോലെ തന്നെ ക്രേവിംഗ് എന്ന് പറയുന്ന ഒരു മാനസികപരമായ അവസ്ഥയും കൊണ്ടാണ് പല ആൾക്കാർക്കും ഈ സിഗരറ്റിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു നൈറ്റ് സിഗരറ്റ് വലിക്കുന്ന ആൾ ഒരു നൈറ്റ് കിടന്നുറങ്ങിക്കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 5% മാത്രമേ നിക്കോട്ടിൻ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കാനുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നിക്കോട്ടിൻ വളരെയധികം ആവശ്യമാണ്. ആ സമയത്ത് എത്ര റിസ്ക് എടുത്തു കഴിഞ്ഞാലും, എത്ര ദൂരെയാണെങ്കിലും നമ്മൾ സിഗരറ്റ് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് സിഗരറ്റ് വലിച്ച് നമ്മുടെ നിക്കോട്ടിന്റെ ആവശ്യകത അവിടെ ഫുൾഫിൽ ചെയ്യും. അപ്പോൾ ഇത് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിക്കോട്ടിൻ കുറയുന്നതിനനുസരിച്ച് നിക്കോട്ടിൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന ഒരു ധർമ്മമാണ് ശരീരം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള മിഥ്യാധാരണകൾ, അതായത് സിഗരറ്റ് നമുക്ക് സന്തോഷം തരുന്നു, നമുക്ക് സ്ട്രെസ് റിലീഫ് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് എനർജി തരുന്നു, നമുക്ക് ഉന്മേഷം തരുന്നു, ഇങ്ങനെയുള്ള കൃത്രിമമായ ധാരണകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കൃത്രിമമായ തോന്നലുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടെ നമുക്ക് സിഗരറ്റ് വലി അല്ലെങ്കിൽ ഈ പുകവലി എന്ന് പറയുന്ന ഒരു ശീലത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാവുന്നതാണ്.